ഹേ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നമ്മുടെ യൂഷ്വൽ സെറ്റപ്പിൽ നിന്നൊക്കെ മാറി ഒരു വ്ളോഗ് സ്റ്റൈൽ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 3 മെയിൻ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, നമ്മുടെ ഇലക്ട്രിക് കാറിലെ ബാറ്ററി. അതാണല്ലോ ഏറ്റവും മെയിൻ കോമ്പോണൻറ്റ്, ഏറ്റവും മേജർ കോമ്പോണൻറ്റ് ബാറ്ററിയാണ് ഒബ്വിയസ്ലി. സോ അതിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ എല്ലാവർക്കും ബാറ്ററീനേക്കാളും ടെൻഷൻ ആക്ച്വലി ഒരു ഇലക്ട്രിക് കാർ മേടിക്കുമ്പോൾ ടയർ ലൈഫ് എത്ര കിട്ടുമെന്നാണ്. അവർ ഫ്യൂവൽ സേവ് ചെയ്യണ പൈസ മൊത്തം ടയർ മാറ്റേണ്ടി വരുമോ, അങ്ങനെ ചിലവാകുമോ എന്നുള്ള കൺഫ്യൂഷനുണ്ട് എല്ലാവർക്കും. ആൻഡ് മൂന്നാമത്തെ കാര്യം, ഒരു ഇലക്ട്രിക് കാറിൽ നിന്ന് നമുക്ക് എങ്ങനെ ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടാം എന്നുള്ള 3 കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ബാറ്ററിയാണ്. കാരണം ഇപ്പോൾ പണ്ട് എല്ലാവർക്കും ടെൻഷൻ ആയിരുന്നു, ഇപ്പോൾ 8 വർഷം കഴിഞ്ഞ് നമ്മൾ ബാറ്ററി മാറ്റുമ്പോൾ വണ്ടിയുടെ പകുതി കോസ്റ്റ് ആവത്തില്ല എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ എല്ലാ കമ്പനിക്കാരും ആക്ച്വലി ബാറ്ററിക്ക് 15 ഇയേഴ്സ് ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്നുണ്ട്. ആൻഡ് ലൈഫ് ടൈം വാറണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് 15 ഇയേഴ്സ് ആണ് ഫസ്റ്റ് ഓണർക്ക്. നമുക്ക് ഒരിക്കലും വണ്ടി നമ്മൾ 20 വർഷം യൂസ് ചെയ്താൽ 20 വർഷം കിട്ടണമെന്നില്ല. സോ കമ്പനി ലൈഫ് ടൈം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് ഓണറിന് 15 ഇയേഴ്സ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് ആണ് വാറണ്ടി വരുന്നത്. ആൻഡ് സെക്കൻഡ് ഓണർ വരുമ്പോഴത്തേക്കും ഇത് 8 ഇയേഴ്സ് അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റേഴ്സ് വരും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കമ്പനി, അത് മാറും. സോ നമുക്ക് ഈ ലൈഫ് ടൈം വാറണ്ടിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ബാറ്ററി നമ്മൾ എങ്ങനെ യൂസ് ചെയ്തിട്ട് നമ്മൾ കൊണ്ട് ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി നമ്മൾ സർവീസ് സെൻ്ററിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ വാറണ്ടി അവർ കിട്ടണമെന്നില്ല. അതിന് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അത് പലർക്കും അറിയത്തില്ല, പലരോടും അത് സർവീസ് സെൻ്ററിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കുന്നില്ല. സോ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ആസ് എ യൂസർ നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഇതിൻ്റെ ബാറ്ററി നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനും ഇതിൻ്റെ ഹെൽത്ത് സേവ് ചെയ്യാനും എന്തൊക്കെ ചെയ്യാം എന്നുള്ള വീഡിയോ ആയിരിക്കും ഇത്. ആൻഡ് നമ്മൾ ഇന്ന് ഓടിക്കുന്നത് ടാറ്റയുടെ കർവ് EV ആണ്. ആക്ച്വലി ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ജൂലൈ 25 ഈ കാർ ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷവും. സോ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 30,500 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ ഗെയിൻ ചെയ്ത നോളജും ആയിരിക്കും ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, സോ നമ്മൾ ആദ്യം ഇതിൻ്റെ ബാറ്ററീനെ പറ്റി പറയുമ്പോൾ, നമ്മൾ സ്ഥിരം ഈ കാറിനൊക്കെ മുന്നേ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയാണ്. അതാണ് നമ്മൾ ഡെയിലി ചാർജ് ചെയ്യുന്നതും അത് ഡിസ്ചാർജ് ആവുന്നതും വീണ്ടും ചാർജ് ചെയ്യുന്നതും. സോ നമുക്ക് ബാറ്ററി എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മൈൻഡിൽ പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഫോൺ ബാറ്ററി ആയിട്ടായിരിക്കും. സോ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ ഫോൺ ബാറ്ററി വർക്ക് ചെയ്യും പോലെയല്ല ഒരു ഇലക്ട്രിക് കാറിൻ്റെ ബാറ്ററി വർക്ക് ആവുന്നത്. രണ്ടും ആക്ച്വലി 2 ഡിഫറെൻറ്റ് ടെക്നോളജിയും 2 ആർക്കിടെക്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഫോൺ ബാറ്ററീനെ പറ്റി നോക്കാം. സോ നമ്മുടെ ഫോണിലൊക്കെ വരുന്നത് ആക്ച്വലി ലിഥിയം അയോൺ ബാറ്ററിയാണ്. ഓക്കെ, സോ ലിഥിയം അയോൺ ബാറ്ററിയാണ്. അത് സിംഗിൾ സെല്ലാണ്. ഓക്കെ, ഒരു സിംഗിൾ സെല്ലാണ് ഒരു ബാറ്ററീനെ ഉണ്ടാക്കി നമ്മുടെ ഫോണിൽ വെച്ചേക്കുന്നത്. സോ അതിൻ്റെ അകത്തുള്ള കെമിസ്ട്രി അവർ യൂസ് ചെയ്തേക്കുന്ന NMC ആണ്, നിക്കൽ മാംഗനീസ് കൊബോൾട്ട് കെമിസ്ട്രിയിലാണ് ആ ബാറ്ററി വരുന്നത്. പക്ഷെ ഒരിക്കലും നമ്മുടെ കാറിൽ ആക്ച്വലി അങ്ങനത്തെ ലിഥിയം അയോൺ അല്ല വരുന്നത്. ലിഥിയം ഫെറസ് ഫോസ്ഫേറ്റ് LFP ടെക്നോളജിയിലെ ബാറ്ററിയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമ്മളെ കാറിൽ ഒരിക്കലും ബാറ്ററി എന്നല്ല പറയണത്, ബാറ്ററി പാക്ക് എന്നാണ് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു N നമ്പർ ഓഫ് സെൽസ് സീരീസ് പാരലൽ കണക്ട് ചെയ്ത് ഒരു വലിയൊരു ബാറ്ററി പാക്ക് ഉണ്ടാക്കി ആ ബാറ്ററി പാക്കാണ് നമ്മളെ കാറിൽ വെച്ചേക്കുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഒരു 1,00,000 സെല്ല് ചേർന്നാണ് ഒരു കാറിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ ആ 1,00,000 സെൽസ് കണക്ട് ചെയ്തിട്ട് ഒരു വലിയ ബാറ്ററി പാക്കാണ് ആ കാറിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതൊരു സിംഗിൾ സെല്ലല്ല. സോ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫോൺ ബാറ്ററിയിൽ ആക്ച്വലി ഇത് സിംഗിൾ സെല്ലാണ്. ബാറ്ററിക്ക് ആക്ച്വലി 2 കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. ഒന്ന് ചാർജ് കയറുന്നു, മറ്റേത് ചാർജ് ഇറങ്ങുന്നു. പക്ഷെ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ബാറ്ററിയുടെ ഒരു ഹാർട്ട് അല്ലെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ BMS എന്ന് പറയും, ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം. അത് നമ്മുടെ ഫോണിലും ഉണ്ട്, നമ്മുടെ കാറിലും അതുണ്ട്. അത് എക്സ്പെൻസീവ് കോമ്പോണന്റ് ആണ്. ബാറ്ററി കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല എക്സ്പെൻസ് വരുന്ന ഒരു കോമ്പോണന്റ് ഇതിന്റെ BMS ആണ്. സോ ബാറ്ററിയിൽ എത്ര സ്പീഡിൽ കറണ്ട് കയറണം, എത്ര വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യണം, അത് എപ്പം സ്ലോ ആയിട്ട് കയറണം എന്നെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ കാറിലെ BMS ആണ്, അഥവാ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം. സോ നമ്മുടെ കാറിൽ ആക്ച്വലി നമ്മളിപ്പം EV ഉള്ളവർക്കറിയാം, നമ്മളിത് ചാർജ് ചെയ്യാൻ ഇടുമ്പോൾ ആദ്യത്തെ 0 to 80% നമ്മളിപ്പം 60 കിലോവാട്ടിൻ്റെ ഒരു ചാർജിങ് സ്റ്റേഷനിൽ കൊണ്ടിടുവാണെങ്കിൽ നമ്മളെ വണ്ടി ഇപ്പോൾ ഒരു 60 കിലോവാട്ട് ഇൻടേക്ക് എടുക്കുമെങ്കിൽ ആദ്യത്തെ ഒരു 0 to 80 ആ ഒരു പെർസെൻറ്റേജ് വരെ ഹീറ്റ് ലോസ് എല്ലാം കൂടെ ചേർത്ത് മേ ബി ഒരു 55 or 57 കിലോവാട്ട് വരെ എടുക്കും. പക്ഷേ നമുക്കറിയാം, നമുക്ക് 80 to 100% നല്ല സ്ലോ, അത് 90% കൂടുമ്പോൾ നല്ല സ്ലോ. ഈ സെയിം 60 കിലോവാട്ട് ആണ് നമ്മൾ കണക്ട് ചെയ്യണമെങ്കിലും നമ്മൾ വണ്ടി എടുക്കുന്നത് മേ ബി ഒരു 5 or 4 കിലോവാട്ടൊക്കെ ആയിരിക്കും. സോ ഈ സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പം 1,00,000 സെൽസ് ഉണ്ടെന്ന് വെക്കുക. ഈ 1,00,000 സെല്ലിലും നമ്മൾ ഇത് ചാർജർ കണക്ട് ചെയ്യുമ്പം ആക്ച്വലി പല വോൾട്ടേജസിലാണ് കറണ്ട് കയറുന്നത്. അപ്പം ഈ 80 to 100 അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 90 to 100 നമ്മുടെ ബാറ്ററിയിൽ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ BMS ഉണ്ടല്ലോ, ഈ എല്ലാ സെല്ലിലും ഈ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്ത് അത് ഈക്വൽ ആക്കും. അത് ഈക്വൽ ആക്കണ പ്രൊസീജിയർ വരണോണ്ടാണ് നമുക്ക് ആക്ച്വലി 80 to 100 നല്ല ടൈം എടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ
വീട്ടിലോ അല്ലെങ്കിൽ പുറത്തോ DC ഫാസ്റ്റ് ചാർജിങ്ങോ AC ഫാസ്റ്റ് ചാർജിങ്ങോ നമ്മളിപ്പോൾ ചെയ്യുവാണ്. നമ്മളിത് ചെയ്യണ സമയത്ത് നമ്മളിപ്പോൾ ഒരു ദിവസം വണ്ടി നമ്മൾ 85% ആയപ്പോൾ നമുക്ക് പോവേണ്ട സമയമായി നമ്മൾ ഡിസ്കണക്ട് ചെയ്തു. നമ്മളിപ്പോൾ അടുത്ത് കൊണ്ടുവന്ന് ചാർജിലിട്ടതിന് ശേഷം വീണ്ടും ഒരു 95% ആയപ്പോൾ നമുക്ക് പോവേണ്ട ആവശ്യം വന്നാൽ നമ്മൾ ഡിസ്കണക്ട് ചെയ്തു. അങ്ങനെ നമ്മളിത് 100% ആക്കാണ്ട് നമ്മളിത് കുറച്ച് തവണ അല്ലെങ്കിൽ ഒരു 5-6 തവണ നമ്മളിങ്ങനെ ഇത് 80 to 100 ഇടയ്ക്ക് നമ്മളിത് എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഫുൾ ചാർജ് ആക്കാണ്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററിയുടെ കാലിബ്രേഷൻ, അതായത് BMSൻ്റെ കാലിബ്രേഷൻ തെറ്റും. കാരണം പല സെല്ലിലും പല വോൾട്ടേജ് ആയിരിക്കും. അതിന് സെൽ ബാലൻസിങ് ചെയ്യാൻ നമ്മൾ ഈ വണ്ടി 100% ചാർജ് ആക്കാത്ത കാലത്തോളം അതിന് പറ്റില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും BMSൻ്റെ കാലിബ്രേഷൻ തെറ്റുകയും നമുക്ക് റേഞ്ച് പെട്ടെന്ന് അല്ലെങ്കിൽ ചാർജ് പെർസെൻറ്റേജ് പെട്ടെന്ന് ഡ്രോപ്പ് ആവും. നമുക്കിപ്പം വണ്ടിയിൽ 50% കാണിക്കുന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് മേ ബി ഒരു 30-ഓ 20-ഓ ഒക്കെ പോകാൻ പറ്റും. അത് നമ്മൾ ഈ ബാറ്ററി കാലിബ്രേഷൻ അല്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് ബാറ്ററി മീൻസ് വണ്ടി നമുക്ക് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി അവർ BMS വണ്ടി ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം BMS റീകാലിബ്രേറ്റ് ചെയ്താൽ മാത്രമേ ഇത് പഴയതുപോലെ ആവത്തുള്ളൂ. അപ്പം നമ്മൾ ഇത് അറിയാണ്ട് ഇപ്പോൾ പല യൂസേഴ്സിനും ഇത് അറിഞ്ഞുകൂടാതെ നമ്മൾ 20 to 80% ഫോണിൽ റെക്കമെൻഡഡ് ആണ് എന്ന് പറഞ്ഞ് നമ്മളെ കാറിൻ്റെ ബാറ്ററിയും 20 to 80% ചെയ്യണവരുണ്ട്. അവർ ആക്ച്വലി ചെയ്യണ ഒരു റോങ് പ്രാക്ടീസാണ്. പക്ഷെ അവർക്ക് മേ ബി അറിഞ്ഞുകൂടാത്തതുകൊണ്ടായിരിക്കാം പല സർവീസ് സെൻറ്റേഴ്സിൽ നിന്ന് ഇതവർ പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഫോണിൽ നമ്മൾ 20 to 80 ലിമിറ്റ് ചെയ്യും പോലെ ബാറ്ററി ഹെൽത്ത് സേവ് ചെയ്യാൻ വേണ്ടി അവർ ഇത് 20 to 80 നിർത്തുവാണെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ LFP ടൈപ്പ് നമ്മൾ കാറിൽ യൂസ് ചെയ്യുന്ന ബാറ്ററിക്ക് അത് നല്ലതല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ തവണ ചെയ്യുമ്പോഴത്തേക്കും അത് ബാറ്ററിക്ക് നമ്മൾക്ക് അത് ദോഷമാണ്. പിന്നെ ഈ ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റി എന്ന് പറയുമ്പോൾ അവർ ഇപ്പം ടാറ്റയ്ക്കാണെങ്കിൽ ഓരോ വണ്ടിക്ക് ഒരു ആപ്പ് ഉണ്ടല്ലോ, ഇതായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ആപ്പ് കാണും. ഇപ്പോൾ ടാറ്റ EVകൾക്ക് IRA.EV എന്ന് പറഞ്ഞൊരു ആപ്പാണ് വരുന്നത്. അത് MGക്ക് വേറെ ആയിരിക്കാം, മഹീന്ദ്രയ്ക്ക് വേറെ ആപ്പാണ്. സോ ഈ ലൈഫ് ടൈം വാറൻറ്റി നമുക്ക് വേണമെങ്കിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ ഈ 15 വർഷവും ഈ ആപ്പ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിരിക്കണം. അതെനിക്ക് തോന്നുന്നു ഓരോ വണ്ടി മേടിക്കുമ്പോൾ ആദ്യത്തെ 1 വർഷമായിരിക്കും ഫ്രീ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഓരോ വർഷം കഴിഞ്ഞ് നമ്മൾ ആ സബ്സ്ക്രിപ്ഷൻ, ആ കണക്റ്റഡ് സബ്സ്ക്രിപ്ഷൻ എടുത്ത് നമ്മൾ 15 വർഷവും നമ്മൾ ആ ആപ്പ് യൂസ് ചെയ്യണം. അപ്പോൾ ആ ആപ്പ് യൂസ് ചെയ്യാൻ അവരെന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ബാറ്ററി ചാർജ് ചെയ്യുന്നു, നമ്മൾ എത്ര ഫാസ്റ്റ് ചാർജിങ് ചെയ്യുന്നു, എത്ര സ്ലോ ചാർജിങ് ചെയ്യുന്നു, നമ്മൾ ഏത് പെർസെൻറ്റേജിൽ കണക്ട് ചെയ്തിടുന്നു, ഏത് പെർസെൻറ്റേജിൽ നമ്മൾ റിമൂവ് ചെയ്യുന്നു എന്നുള്ള ഡേറ്റ മൊത്തം ആ ആപ്പിൽ അവൈലബിൾ ആണ്. സോ നമ്മൾ ഒരു ബാറ്ററി ഇഷ്യൂ ആയിട്ട് നമ്മൾ സർവീസ് സെൻ്ററിൽ ചെല്ലുമ്പോൾ അവർ നമ്മളെ ആപ്പ് ഡേറ്റ നോക്കുമ്പോൾ അവർക്ക് നമ്മളിത് എന്ന് ചാർജ് ചെയ്തു ലൈക്ക് ആ ഡേറ്റും ടൈമും ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ചാർജിങ് ഹിസ്റ്ററി അത് നമുക്കും കാണാൻ പറ്റും, അവർക്കും കാണാൻ പറ്റും. അപ്പോൾ അവരിത് നോക്കുമ്പോൾ ഇതേപോലെ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ഇറഗുലർ ചാർജിങ് പാറ്റേൺ ആയിട്ട് ഇപ്പോൾ 80ക്ക് മേലെ അല്ലെങ്കിൽ 99-ൽ ഊരുന്നു, 97-ൽ ഊരുന്നു, ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അവർ നമുക്ക് വാറൻറ്റി തരത്തില്ല. കാരണം അത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത് വോയിഡാണ്. കാരണം നമ്മൾ ഇംപ്രോപ്പർലി ബാറ്ററി യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് വാറൻറ്റി തരില്ല. പലർക്കും ഈ കാര്യം അറിയത്തില്ല. ഈ 80 to 100% സെൽ ബാലൻസിങ് ആണ് നടക്കുന്നത് എന്നുള്ളത് പലർക്കും അറിയത്തില്ല. സോ ഇത് ഒരു മേജർ കാര്യമാണ്. കാരണം ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇപ്പം ഈവൻ നമ്മൾ പറയുന്നുണ്ട് ഫാസ്റ്റ് ചാർജിങ് 4 DC ഫാസ്റ്റ് ചാർജിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ലോ ചാർജിങ് എന്തായാലും ചെയ്യണമെന്ന് ഷോറൂമിൽ നിന്നും ഒക്കെ നമുക്ക് പറയാറുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഇൻ്റർസ്റ്റേറ്റോ അങ്ങനെയൊക്കെ പോവുകയാണ്, ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂർ പോവുകയാണ്, നമ്മൾ അവിടെ കുറച്ച് ദിവസമായിരിക്കും. അപ്പം നമുക്ക് എല്ലാ തവണയും സ്ലോ ചാർജിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ പറഞ്ഞ സമയത്ത് നമുക്ക് ഈ 4 ഫാസ്റ്റ് ചാർജിങ് എന്നുള്ളത് മേ ബി ഒരു 6 or 7 ഒക്കെ പോവും. അപ്പം അങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തൊരു കാറ് മേടിച്ചിട്ട് 4 തവണയെ കൂടുതൽ ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞ് സ്ലോ ചാർജിങ് തപ്പിപ്പോകാൻ നമുക്ക് എപ്പോഴും പോസിബിൾ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഇപ്പോൾ ഒരു ഫാസ്റ്റ് ചാർജിങ് ചെയ്തു, നമ്മൾ 80-ൽ ഊരി കുഴപ്പമില്ല, 2 ഫാസ്റ്റ് ചാർജിങ് ചെയ്തു, ഒരു 85-ലൊക്കെ നമ്മൾ ഡിസ്കണക്ട് ചെയ്തു. പക്ഷേ 3ാമത്തെ ചാർജൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ടൈം എടുത്ത് ഒരു 100% ആക്കിയിട്ട് അത് ഡിസ്ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും BMSന് സെല്ല് റീകാലിബ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കാലിബ്രേഷൻ സെൽ ബാലൻസിങ് അവിടെ നടക്കും. അങ്ങനെ കുഴപ്പമില്ല. നമ്മൾ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇത് 100% വരെ ചാർജ് ചെയ്യാത്തപ്പോഴാണ് ഇതിന് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഫോൺ ബാറ്ററി ആക്ച്വലി 20 to 80 ആണ് റെക്കമെൻഡഡ്. പക്ഷേ നമ്മൾ ആ EVയിലെ ബാറ്ററി വരുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും 100% ആക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. സോ നമ്മുടെ ഇപ്പോൾ IRA.EV ടാറ്റയുടെ ആപ്പിൽ നമ്മൾ ബാറ്ററി ചാർജിങ്ങിൻ്റെ എടുക്കുമ്പോൾ അതിൽ എഴുതി കാണിക്കും ഓൾവേസ് നമ്മൾ SOC 100 ആക്കുക ഫോർ ദ ബെറ്റർ ഹെൽത്ത് ഓഫ് ദ ബാറ്ററി എന്ന് എഴുതിയിരിക്കും. വേറെ ആപ്പിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇത് ചെയ്യുന്നത് നമുക്ക്
യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഈ പറഞ്ഞ പോലെ സെൽ ബാലൻസിങ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് നടക്കുന്നത് ബാറ്ററി ഹയസ്റ്റ് പെർസെൻറ്റേജിലായിരിക്കുമ്പോഴായിരിക്കും. സോ അത് 80 അല്ലെങ്കിൽ 80 മുതലാണ് അത് സ്റ്റാർട്ട് ആവണത്. അങ്ങനെ കറക്റ്റ് 80 എന്നല്ല, പക്ഷെ നിയറിങ് ടു 100% എത്തുമ്പോഴാണ് ഇത് സ്റ്റാർട്ട് ആവണത്. ആൻഡ് ഇത് എനിക്ക് തോന്നുന്നു 90 to 100 ആണ് ഇത് കറക്റ്റ് നടക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ നമ്മളതിങ്ങനെ ചാർജർ ഡിസ്കണക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി അതിൻ്റെ സെൽ ബാലൻസിങ്ങിനെ അത് എഫക്റ്റ് ആവും എന്തായാലും. സോ ഇതാണ് മെയിൻ കാര്യം. പിന്നെ നമുക്ക് ബാറ്ററി എങ്ങനെ സേവ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇലക്ട്രിക് കാറിലെ ബാറ്ററി ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ എടുക്കുന്നത് ബാറ്ററി ഫുൾ ചാർജിൽ ഇരിക്കുമ്പോഴും പിന്നെ ചാർജ് കുറഞ്ഞു മേ ബി ഒരു ലെസ് ദാൻ 10% ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ വണ്ടി ഇപ്പോൾ ഫ്രൈഡേ നൈറ്റ് വന്ന് ചാർജിൽ ഇടുവാണ്, ഫ്രൈഡേ ഈവനിങ് വന്ന് ചാർജ് ഇടുവാണ്, ഫ്രൈഡേ നൈറ്റ് ആകുമ്പോഴത്തേക്ക് 100% ആയെങ്കിൽ നിങ്ങൾ അടുത്ത് ഈ വണ്ടി എടുക്കുന്നത് മൺഡേ ആണെങ്കിൽ ഈ സാറ്റർഡേ സൺഡേ ഈ 2 ഫുൾ ഡേ വണ്ടി 100% ഇരിക്കുവാണ്. സോ ആ സമയത്ത് ഈ ബാറ്ററിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. സോ അങ്ങനെ ഒക്കെ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ മേ ബി നിങ്ങൾ ഒരു 80 വരെ, അല്ലെങ്കിൽ നമുക്ക് ആപ്പിൽ തന്നെ സെറ്റ് ചെയ്യാം, നമുക്കിപ്പോൾ 22 അല്ലെങ്കിൽ ഒരു 80% എത്ര പെർസെൻറ്റേജ് വരെ ലിമിറ്റ് ചെയ്യണമെന്ന് നമുക്കത് ചെയ്യാൻ പറ്റും. സോ ആ 80% നമ്മൾ ചെയ്തിട്ട് നമുക്കിത് ഫുൾ ചാർജ് വേണമെങ്കിൽ നമുക്കൊരു സൺഡേ ചെയ്താൽ മതി. ആക്ച്വലി അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ അത് നമ്മൾ മൈൻഡിൽ വെക്കുക. എന്ന് വെച്ചാൽ എപ്പോഴും ഫുൾ ചാർജിൽ നമ്മൾ വണ്ടി കുറേ കാലം, ഐ മീൻ ഒരു 3-4 ദിവസം എടുക്കാതെ ഇട്ടേക്കാൻ പാടില്ല. അതിന് ഏറ്റവും കുറവ് വരുമ്പോഴും നമ്മൾ അങ്ങനെ എടുക്കാതിരിക്കാനും പാടില്ല. സോ ഇതാണ് നമ്മൾ ബാറ്ററിയുടെ മെയിൻ കാര്യം. സോ ഇപ്പോൾ ലൈഫ് ടൈം വാറണ്ടി അവർ തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ബാറ്ററി യൂസ് ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ എത്ര ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്താലും അവരത് റീപ്ലേസ് ചെയ്ത് തരുമെന്നുള്ള ഇത് ആണെങ്കിൽ അത് അങ്ങനെ നടക്കത്തില്ല. അവർ ഈ ഹിസ്റ്ററി എല്ലാം നോക്കും. അതുകൊണ്ടാണ് അവർ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാൻ പറയണത്. സോ അങ്ങനെ ചെയ്യുമ്പോൾ അവർ ചാർജിങ് നമ്മളെ കറക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇത് കാരണം അവർക്ക് വാലിഡ് പ്രൂഫ് ഉണ്ടല്ലോ, അത് കാണിച്ച് അവർക്ക് വേണമെങ്കിൽ വാറണ്ടി നമുക്ക് തരാതിരിക്കാം. പിന്നെ നമ്മൾ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ആ സെല്ല് ഒക്കെ മാറേണ്ടി വരും. സോ ഇതാണ് ലൈഫ് ടൈം വാറണ്ടി എന്ന് പറയുമ്പം അതിൽ ഉള്ളൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഇതാണ്. സോ അത് നമ്മൾ മൈൻഡിൽ വെച്ച് വേണം നമ്മൾ ഒരു കാറ് യൂസ് ചെയ്യാനായിട്ട്. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി അനൗൺസ് ചെയ്തതിന് ശേഷം ആൾക്കാർക്ക് ബാറ്ററീനെ പറ്റി ഇപ്പോൾ ടെൻഷനില്ല. എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, നമുക്ക് 15 വർഷത്തേക്ക് ടെൻഷനൊന്നും ഇല്ല എന്നുള്ളൊരു സംസാരമാണ്, അല്ലെങ്കിൽ എന്നൊരു മൈൻഡ് സെറ്റാണ്. പക്ഷെ അവർക്കിപ്പോൾ ഏറ്റവും ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കാറിൽ നമുക്ക് ടയർ ലൈഫ് എത്ര കിട്ടും, നമുക്ക് ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോൾ ടയർ മാറണോ എന്നൊക്കെയുള്ള ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. കാരണം ടയേഴ്സിന് അറിയാലോ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. എസ്പെഷ്യലി ബിഗ് സൈസ് SUV വരുമ്പോൾ അത്യാവശ്യം ഒരു ടയറിന് തന്നെ 20,000 18-20 ആ റേഞ്ചൊക്കെ ആവുന്നുണ്ട്. അതാണ് ഇപ്പോൾ എല്ലാവർക്കും ടെൻഷൻ. പക്ഷെ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ടയർ ആക്ച്വലി നമ്മൾ എങ്ങനെ വണ്ടി യൂസ് ചെയ്യുന്നോ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് നിങ്ങളൊരു ബഡ്ജറ്റ് EV മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതൊരു കൺസേൺ ആവേണ്ട കാര്യമേ അല്ല. ഫോർ എക്സാമ്പിൾ പഞ്ച് EV, നെക്സോൺ EV, പിന്നെ ടിയാഗോ EV, ഒരു പരിധിവരെ നമുക്ക് കേർവ് EV, ഇതൊക്കെ നമ്മൾ മേടിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ടോർക്ക് നമ്പേഴ്സ് ഓക്കെ ബാക്കിയുള്ള ഒരു IC എഞ്ചിൻ വെഹിക്കിൾ വെച്ച് നോക്കുമ്പം ഭയങ്കര കൂടുതലാണ് ഇതിൻ്റെ ടോർക്ക് നമ്പേഴ്സ് എങ്കിലും. ഇപ്പോൾ ഇത് നമ്മുടെ മഹീന്ദ്ര BE6, നമ്മുടെ സിയറ EV, ഹാരിയർ EV, XEV9, XEV9S, അങ്ങനത്തെ ഹൈ പെർഫോമൻസ് EVs ഉണ്ടല്ലോ, നല്ല ടോർക്ക് നമ്പേഴ്സ് ഭയങ്കര ഹൈ ആയിട്ടുള്ള. ഇപ്പോൾ BE6ൻ്റെ ടോർക്ക് 380 Nm ആണ്, സിയറയും ഹാരിയറിനും അത് 504 Nm ആണ്. അപ്പോൾ അത്രയും ടോർക്ക് നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ആക്സിലറേറ്റ് ചെയ്യുവാണെങ്കിൽ, ഇത് നമ്മൾ ആക്സിലറേഷൻ റിഫ്ലക്ട് ചെയ്യുന്ന ടയേഴ്സിലാണല്ലോ, നമ്മൾ അത്രയും ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ഈ ടയർ വീൽ സ്പിൻ ആവും. വീൽ സ്പിൻ ആവണ രീതിക്ക് വരെയുള്ള ആക്സിലറേഷനാണ് ഞാൻ ഈ പറഞ്ഞ ഹയർ നമ്പേഴ്സ് ഉള്ള വണ്ടികളിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതെന്തായാലും ടയർ തേയുന്നത് സ്വാഭാവികമായിട്ടും കൂടും. പിന്നെ നമ്മൾ അതിൽ ഡ്രിഫ്റ്റ് മോഡ് വെച്ച് ഡ്രിഫ്റ്റ് ചെയ്യുകയാണ്, അങ്ങനത്തെ ഫുള്ള് നമ്മളങ്ങനത്തെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ ടയർ ലൈഫ് കുറയും. പക്ഷെ നമുക്കിപ്പോൾ ഒരു ടിയാഗോ EV അല്ലെങ്കിൽ അതിനിപ്പോൾ പവർ കൂടുതലാണെങ്കിൽ, നോർമൽ വണ്ടി വെച്ച് നോക്കുമ്പോൾ കൂടുതലുണ്ടെങ്കിലും അത് അത്യാവശ്യം ഭയങ്കര കൂടുതലല്ല, നമുക്കത് മാനേജബിൾ ആണ് നമ്മളെ ടയേഴ്സിന്. അപ്പോൾ എൻ്റെ വണ്ടി ഇപ്പോൾ 30,000 കിലോമീറ്ററായി. ഇതിന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന നെക്സോൺ ആക്ച്വലി എനിക്ക് തോന്നുന്നു 47,000 കിലോമീറ്റർ ആയപ്പോഴാണ് ടയർ ആക്ച്വലി ഫ്രണ്ടിലത്തെ 2 മാറിയത്. സോ അത്രയും ലൈഫ് കിട്ടുന്നുണ്ട്. നമ്മൾ നോർമലി യൂസ് ചെയ്യുവാണെങ്കിൽ ഇതിപ്പോൾ 30 ആയി, എനിക്ക് തോന്നുന്നു ഇതൊരു 50 വരെയൊക്കെ എന്തായാലും പോവും. ഞാൻ ആ ഒരു എൻ്റെ ഒരു ടൈപ്പ് ഓഫ് ആക്സിലറേഷനിൽ അത് അത്രയും പോകും. കാരണം ഞാൻ അങ്ങനെ എപ്പോഴും ഫുൾ പെഡലിങ് കൊടുത്ത് അങ്ങനെ ഭയങ്കര സ്പീഡിൽ പോകുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ അത് നിങ്ങളുടെ ഡ്രൈവിംഗ് സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഈ ഹൈ പെർഫോമൻസ് അല്ലെങ്കിൽ ഇത്രയും ടോർക്കുള്ള വണ്ടികൾ നമ്മൾ എന്തായാലും ആ ഒരു
ഡ്രൈവിംഗ് പ്ലഷറിന് വേണ്ടി നമ്മൾ എന്തായാലും നല്ല സ്പീഡിലും നല്ല ആക്സിലറേറ്റ് ചെയ്തും നമ്മൾ ഫിൽട്ടർ ചെയ്തൊക്കെ ആയിരിക്കും ഹൈവേയിലൊക്കെ പോകുന്നത്. സോ അങ്ങനെ യൂസ് ചെയ്യുമ്പം എന്തെങ്കിലും ഒരു സാധനം ഇത് വരണമല്ലോ. അപ്പോൾ നമ്മൾ അത്രയും സ്പീഡ് എൻജോയ് ചെയ്യുമ്പം നമ്മളെ ടയേഴ്സ് അതിനനുസരിച്ച് വെയർ ഓഫ് ആവും, അത് നോർമലാണ്. അപ്പോൾ എല്ലാ വണ്ടികൾക്കും ഇപ്പോൾ EV മേടിച്ച് കഴിഞ്ഞാൽ ടയർ ലൈഫ് ഇല്ല എന്നുള്ളത് നമുക്ക് ജനറലൈസ് ചെയ്ത് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അത് ഡിപ്പെൻസ് അപ്പോൺ ഡ്രൈവിംഗ്, ഡിപ്പെൻസ് അപ്പോൺ നിങ്ങൾ ഏത് വണ്ടിയാണോ യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതും ഡിപ്പെൻഡ് ചെയ്ത്, പിന്നെ ടോർക്ക് എത്ര ആ മോട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഇതാണ് ടയറിൻ്റെ കാര്യം. സോ അങ്ങനെ നിങ്ങൾ ടെൻഷൻ ആവേണ്ട. നിങ്ങളിപ്പം അല്ലാതെ ഇപ്പം നോർമലി ഓടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നല്ല ടയർ ലൈഫ്, അത്യാവശ്യം ടയർ ലൈഫ് കിട്ടും. അതിപ്പോൾ ഹൈ പെർഫോമൻസ് EV ആണെങ്കിലും അല്ലെങ്കിലും കിട്ടും. പിന്നെ EVസിൽ പൊതുവേ പറഞ്ഞത് സോഫ്റ്റ് കോമ്പൗണ്ട് ടയറാണ്. അപ്പോൾ ആ ടയറിന് റോളിംഗ് റെസിസ്റ്റൻസ് ഒക്കെ കുറവാണ്. വണ്ടിയുടെ റേഞ്ച് കുറച്ചുകൂടെ കിട്ടാനായിട്ട് റോളിംഗ് റെസിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ടയേഴ്സ് യൂഷ്വലി നോർമൽ വണ്ടികളിനേക്കാളും കുറച്ച് വെയർ ആൻഡ് ടയർ ആവാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇത്രയും ഹൈ ടോർക്ക് നമ്പേഴ്സ് അല്ലെങ്കിൽ അത്രയും സ്പീഡ് നമ്മൾ എൻജോയ് ചെയ്യുമ്പം എന്തായാലും ടയർ വെയർ ഓഫ് ആവും. അത് നമ്മുടെ യൂസേജ് അനുസരിച്ചാണ്. സോ അതൊരു കൺസേൺ ആയിട്ട് ആരും ഇലക്ട്രിക് കാർ എടുക്കാതെ ഒന്നും ഇരിക്കല്. ആക്ച്വലി നിങ്ങൾ ഓടിച്ചു നോക്കുന്നു, ഞാൻ എല്ലാവരോടും പറയണേ, EV ഒരിക്കൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായി നിങ്ങളൊരു 3 മാസം 6 മാസമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തിരിച്ചൊരു IC വണ്ടിയിൽ പോകുന്നത് ഭയങ്കര പാടാണ്. കാരണം ആ ഒരു ഇൻസ്റ്റൻറ്റ് ടോർക്കായാലും പിന്നെ ഡ്രൈവിങ്ങിൻ്റെ സ്മൂത്ത്നെസ്സും എല്ലാം നമ്മൾ ഇതിൽ യൂസ്ഡപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒബ്വിയസ്ലി ഫ്യൂവലിൻ്റെ സേവിങ്സ് ഉണ്ട്, അത് വലിയൊരു കാര്യമാണ്. സോ അതും ഉണ്ട്. സോ അങ്ങനെ നിങ്ങൾ യൂസ്ഡപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടായിരിക്കും തിരിച്ച് അതിലോട്ട് പോകാൻ. പിന്നെ നമുക്ക് മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, എങ്ങനെ നമുക്ക് വണ്ടിയിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടാം. ഏറ്റവും കൂടുതൽ റേഞ്ച് എങ്ങനെ കിട്ടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫുൾ പെഡലിങ് ചെയ്യാതിരിക്കുക. നമ്മളിപ്പം ഒരു സിഗ്നലിലൊക്കെ നിർത്തിയിട്ട് വണ്ടി ചവിട്ടി എടുക്കുവാണെങ്കിൽ നമ്മൾ എത്രത്തോളം ആക്സിലറേറ്റർ നമ്മൾ ഹാർഡായിട്ട് പുഷ് ചെയ്യുന്നോ ആ പുഷ് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയിൽ നിന്ന് ഒരു ഹൈ വോൾട്ടേജ് പെട്ടെന്ന് എടുക്കും. മോട്ടർ ആക്ച്വലി അത്രയും സ്പീഡിൽ കറങ്ങാൻ വേണ്ടി ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ഇത്രയും വോൾട്ടേജ് എടുക്കുന്ന ടൈമിൽ ബാറ്ററി കുറയും. അപ്പോൾ അങ്ങനെ ഒരു 10 തവണ ആ വോൾട്ടേജ് ഇങ്ങനെ പെട്ടെന്ന് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്ററി തീരും. അപ്പോൾ റേഞ്ച് അതിനനുസരിച്ച് കുറച്ചേ കിട്ടും. ഇപ്പോൾ പലരും പറയും EV മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ 60 പോകണം, 60 താഴെ പോയാലേ റേഞ്ച് കിട്ടും, എക്കണോമി പോകണം. ഞാൻ ആക്ച്വലി ഈ കാർ മേടിച്ചിട്ട് എക്കണോമിയിൽ ഇട്ട് ഓടിച്ചിട്ടേ ഇല്ല. എന്തോ ആദ്യത്തെ ഷോറൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന സമയത്ത് മാത്രമേ എക്കണോമി ഇട്ടിട്ടുള്ളൂ. എക്കണോമി അതിന് അല്ലാണ്ട് ഞാൻ ഇട്ടിട്ടില്ല. എക്കണോമി ഭയങ്കര അണ്ടർ പവേർഡാണ്. സിറ്റി മോഡാണ് കൂടുതൽ യൂസ് ചെയ്യണത്. സ്പോർട്സ് മോഡും അങ്ങനെ യൂസ് ചെയ്യാറില്ല. എപ്പോഴേലും ഒന്ന് ആ ഒരു ഡ്രൈവിംഗ് പ്ലഷർ എൻജോയ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ മാത്രമേ സ്പോർട്സ് മോഡ് ഇടാറുള്ളൂ, അല്ലെങ്കിൽ സിറ്റി മോഡാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ആ സിറ്റി മോഡിൽ നമുക്ക് അത്യാവശ്യം പവറുണ്ട്. ഓവർടേക്ക് ചെയ്യാനാണെങ്കിലും ഹൈവേസിൽ ക്രൂസ് ചെയ്യാനാണെങ്കിലും പവറുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞു വന്നത് സ്പീഡ്, ഓക്കെ, നമ്മൾ ഒരു 80 to 90 നമുക്ക് ഹൈവേയിൽ ക്രൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ 80ലേക്ക് എങ്ങനെ ഈ വണ്ടി എത്തിക്കുന്നു എന്നുള്ളത്, നമുക്ക് എത്ര റേഞ്ച് കിട്ടുന്നു എന്നുള്ളത് ഇത് ചെയ്തിരിക്കും. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ വണ്ടി ഫുൾ ഫ്ലോർ ചെയ്ത് ചവിട്ടി നമ്മൾ പെട്ടെന്ന് ഈ സ്പീഡിൽ എത്തിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് റേഞ്ച് കുറയും. പക്ഷേ നമ്മൾ ഗ്രാജുവലി നമ്മൾ ആക്സിലറേറ്റർ ചവിട്ടി നമ്മളൊരു സ്പീഡ് എന്ന് വെച്ചാൽ 60 നമ്മൾ കുറച്ച് ടൈം എടുത്ത് എത്തിക്കുകയാണെങ്കിൽ അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്നത്. പിന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ട്. എല്ലാ EVസിനും റീജനറേറ്റീവ് ബ്രേക്കിംഗ് വരുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. കാരണം അത് എൻജിൻ ബ്രേക്കിംഗ് പോലെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബ്രേക്ക് പാഡ് തേയത്തില്ല. ബ്രേക്ക് പാഡ് ആക്ച്വലി EVസിന് നല്ല ബ്രേക്ക് പാഡിൻ്റെ ലൈഫ് നല്ല പോലെ കിട്ടും. അപ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് നമുക്ക് 4 മോഡ് വരും. ഒന്നത് ഓഫ് ചെയ്യാം, പിന്നെ 1, 2, 3 3 മോഡുണ്ട്. അപ്പോൾ ഈ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൽ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി ആക്സിലേറ്റർ ചവിട്ടുമ്പം മോട്ടർ കറങ്ങും, ബാറ്ററിയിൽ നിന്ന് ചാർജ് മോട്ടർ എടുക്കും, മോട്ടർ കറങ്ങും, മോട്ടർ നമുക്ക് വീലിലേക്ക് സപ്ലൈ ചെയ്യും, അങ്ങനെ വണ്ടി പോവും. അതാണ് നമുക്ക് യൂഷ്വൽ ഇതിൽ വരുന്നത്. പക്ഷേ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ചെയ്യുന്ന സമയത്ത് ടയർ കറങ്ങുന്നത് മോട്ടറിനെ കറക്കും. എന്നിട്ട് ആ മോട്ടർ ആക്ച്വലി ഒരു ജനറേറ്റർ പോലെ വർക്ക് ചെയ്തിട്ട് ആ മോട്ടർ കറങ്ങുന്ന എനർജി നമുക്ക് തിരിച്ചത് ബാറ്ററിയിലേക്ക് കൊടുക്കും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ സൈക്കിളിൽ ഡൈനാമോ വർക്കാവില്ലേ? ഡൈനാമോ വർക്കാവുന്നത് എങ്ങനെയാണ്? നമ്മൾ ടയറിൽ ഡൈനാമോ അറ്റാച്ച്ഡ് ആയിരിക്കും. ടയർ കറങ്ങുന്നു, ഡൈനാമോ നമുക്ക് ലൈറ്റിലോ ഹെഡ്ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് വർക്കാവുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ടയർ കറങ്ങുമ്പോൾ ആ കറങ്ങുന്ന ഇത് ആക്ച്വലി നമ്മുടെ മോട്ടർ അങ്ങനെ സെയിം ഇതിൽ കറങ്ങിയിട്ട് ആ മോട്ടർ ജനറേറ്റർ പോലെ വർക്ക് ചെയ്ത് അങ്ങനെയാണ് നമുക്കൊരു ബ്രേക്കിംഗ് വരുന്നത്. ഇത് നമ്മൾ കറണ്ട് ജനറേഷൻ ആണല്ലോ, ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് വണ്ടി സ്ലോ ആവുന്നതാണ്. അത് നമ്മളെ ടയറിന് ആക്ച്വലി മോട്ടറിനെ കൂടെ കറക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് ലോഡ് കൂടുതലല്ലേ, അപ്പോൾ ഫ്രീ ആയിട്ട് വണ്ടി പോകത്തില്ല, അത് സ്ലോ. അങ്ങനെയാണ് ആക്ച്വലി റീജനറേറ്റീവ് ബ്രേക്കിംഗ് വർക്ക് ആവുന്നത്. സോ അത് നമുക്ക് ഇപ്പം നമ്മൾ ഹിൽ ഡിസെൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിംഗ് 2 or 3 ഒക്കെ ഇട്ട് പോകാം.
നമ്മൾ ഹൈവേ പോവുകയാണെങ്കിൽ യൂഷ്വലി 1 ഒക്കെ ആയിരിക്കും റെക്കമെൻഡഡ്. കാരണം അല്ലെങ്കിൽ വണ്ടി വെറുതെ സ്ലോ ആയിക്കൊണ്ടിരിക്കും, പിന്നെ അകത്തിരിക്കണവർക്ക് അതൊരു ജേർക്കായിരിക്കും. സോ ഇത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് വെച്ച് നമുക്ക് മാക്സിമം ഇത് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ആക്സിലറേഷനാണ് മെയിൻ. നമ്മൾ എത്രത്തോളം ലൈറ്റായിട്ട് പെഡൽ ചെയ്യുന്നോ, സ്പീഡ് കയറ്റരുത് അല്ലെങ്കിൽ സ്പീഡിൽ പൊക്കിവിടുന്നല്ല, പക്ഷെ നമ്മൾ എത്രത്തോളം ലൈറ്റായിട്ട് ആക്സിലറേറ്റ് ചെയ്ത് പോകുന്നോ. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് ആക്സിലറേറ്റ് ചെയ്ത് ഒരു 80 എത്തി, നമ്മൾ 80 ക്രൂയിസ് കൺട്രോൾ ഓൺ ചെയ്ത് നമ്മൾ ഹൈവേയിൽ ക്രൂസ് ചെയ്താൽ അതായിരിക്കും ബാറ്ററിക്ക് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്നത്. കാരണം ആ സമയത്ത് ബാറ്ററിയിൽ നിന്ന് പെട്ടെന്ന് വോൾട്ടേജസ് ഇങ്ങനെ എടുക്കുന്നില്ല. സോ അങ്ങനെ പോകുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ റേഞ്ച് ഒരു EV നിന്ന് കിട്ടുന്നത്. സോ ഇങ്ങനെയൊക്കെയാണ് 3 കാര്യങ്ങൾ മെയിൻലി ഡിസ്കസ് ചെയ്യണം തോന്നിയത്. കാരണം പലർക്കും അറിഞ്ഞുകൂടാതെ ഇപ്പോഴും EV യൂസ് ചെയ്യുന്നവരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എനിക്കറിയാമെന്നുള്ള കുഞ്ഞ് ഇൻഫോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ നമ്മുടെ കറൻ്റ്ലി ഗവൺമെൻറ്റിൻ്റെ E20 പെട്രോളും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള കുറേ സംഭവങ്ങൾ നടക്കുവാണ്. പലരും പറയുന്നു അവർ എൻജിൻ പണ്ടത്തെ മൈലേജ് കിട്ടാനില്ല, എൻജിൻ ഈ പ്രശ്നമാകുന്നു. അങ്ങനെ ഇപ്പോൾ പല പെട്രോൾ കാറിനും പണ്ടത്തെ റീസെയിൽ വാല്യൂ ഇല്ല, എല്ലാവരും സെല്ല് ചെയ്യാൻ നോക്കുന്നു. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പോൾ E20 E30 E40 ഒക്കെ ആവുമോ, അത് പണ്ടുള്ള വണ്ടികളുടെ എൻജിൻ കമ്പാറ്റബിൾ ആണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2024 ശേഷമുള്ള വണ്ടികൾ ആ എൻജിൻസ് ഒക്കെ E20 കമ്പാറ്റബിൾ ആണ്. പക്ഷെ അതിന് മുന്നത്തെ വണ്ടികൾക്ക് എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടാവുന്നതെന്നൊന്നും നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ ഇല്ല, കറക്റ്റ് ഒരു ഇൻഫോ ഇല്ല. സോ നിങ്ങൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ പുതുതായിട്ടൊരു വണ്ടി വാങ്ങുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ EV വാങ്ങാനിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഓൾറെഡി ഒരു EV ഉണ്ടെങ്കിലും ഈ വീഡിയോ ഇൻഫർമേറ്റീവായിട്ട് തോന്നി. സോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്ത നമ്മുടെ വീഡിയോ ആക്ച്വലി കർവിൻ്റെ 1 ഇയർ ഓണർഷിപ്പ് വീഡിയോ ആയിരിക്കും. സോ അത് കാണാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണൊക്കെ പ്രസ് ചെയ്ത് വെക്കുക. കാരണം എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങൾ, 1 ഇയറിൽ എന്തൊക്കെ ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ട്, ടാറ്റയുടെ സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത്, പിന്നെ വണ്ടി ഇപ്പോൾ പുതുതായിട്ട് കർവ് എടുക്കാൻ പോകുന്നവർക്ക് ഇപ്പം വില കുറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഫുൾ ഓപ്ഷൻ 21 പോയിന്റ് സംതിങ്ങിന് അഡാസ് ഉള്ള ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരുന്നുണ്ട് കർവിന്. സോ അത് കർവ് എങ്ങനെയുണ്ട്, പിന്നെ സർവീസും കാര്യങ്ങളും എല്ലാം കവർ ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു വീഡിയോ ആസ് സൂൺ ആസ് പോസിബിൾ ചെയ്യുന്നതായിരിക്കും. സോ അതിനുവേണ്ടി സ്റ്റേ ട്യൂൺഡ് ആൻഡ് until then you guys take care and bye bye. Boot drive mode activated. ഈ ഒരു ആക്സിലറേഷൻ വേണമെങ്കിൽ നിങ്ങൾ EV തന്നെ വാങ്ങണം കേട്ടോ.